ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഈ രാത്രി നേരത്തെ എന്തിനാണ് ഞാനിങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡിയായി നിൽക്കുന്നത് വെച്ചാൽ നമ്മളിന്ന് വാപ്പാനെ വിളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ കൊച്ചിയിലല്ല ഇറങ്ങുന്നത്, കോഴിക്കോടാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 11:30 സമയമൊക്കെയായി. അപ്പം നമ്മൾ 3 മണിക്കാണ്, നമുക്ക് 3-4 മണിക്കൂർ കോഴിക്കോട് യാത്രയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങി, നമ്മൾ വണ്ടി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടിയിലൊക്കെ കയറിയിട്ട് ഷാമ വണ്ടി എടുക്കുന്നുണ്ട്. നമ്മൾ 5 ആളായിട്ടാണ് പോണത്. ഷാമോന് അണ്ണമാമ വന്നിട്ടുണ്ട് പാലക്കാട് നിന്ന്, ഉമ്മാൻ്റെ ആങ്ങളെയാണ്. പിന്നെ നബീസുമുണ്ട്, ഞാനും ഉമ്മ. ഞങ്ങൾ 5 പേരായിട്ടാണ് പോണത്. വരുമ്പോൾ വാപ്പ ഉണ്ടാവുമല്ലോ, പിന്നെ വാപ്പൻ്റെ ലഗേജൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ 5 പേരായിട്ട് പോവാന്ന് വിചാരിച്ചു. കയറട്ടെ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. എല്ലാവരും വണ്ടിനുള്ളിൽ കയറി നിൽക്കുന്നുണ്ട്, നബീസിനോട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കാണാം. ഉമ്മ അവിടെ നമ്മളങ്ങനെ CNG അടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇറങ്ങണം CNG അടിക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇവിടെ നിന്നാണ് നമ്മൾ CNG അടിച്ചിട്ട് പോവാല്. ഇന്നത്തെ പ്രഷർ എത്ര ഉണ്ട് നോക്കട്ടെ. ഇന്ന് ഞങ്ങൾ 1:30 ആകുമ്പോൾ അടുത്തല്ലേ. 2 മണിയാവും. കാണല്ലേ, വീഡിയോ എടുക്കാം. നമുക്ക് പോയ വഴിയല്ലേ ഞങ്ങളങ്ങനെ CNG ഒക്കെ അടിച്ചു. CNG അടിച്ചിട്ട് ഞങ്ങൾ നേരെ യാത്ര തുടരുകയാണ്. ഇവിടെ കണ്ടില്ലേ, പല ഫുള്ള് കടകൾ, ചിപ്സ് കടകൾ. വാപ്പ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ ചായ കുടിക്കാനായിട്ട് വന്നില്ലേ, മറ്റേ സ്റ്റോറി എടുത്താ ഇരിക്കുന്നുണ്ട്. ഞാനൊരു നെയ്പ്പത്തിലാണ് മേടിച്ചത്. പിന്നെ ഒരു പെപ്സി. ഞാൻ ചായ കുടിക്കില്ല, അപ്പോൾ പെപ്സി കുടിച്ചു. ബാക്കിയുള്ളവരൊക്കെ ചായയാണ് കുടിക്കുന്നത്. നമുക്കൊക്കെ കഴിക്കാം ഗൈസ്. അതിൻ്റെ അസുഖം പറഞ്ഞോളൂ. ഗൈസ്, രാത്രി ഞങ്ങൾ വാപ്പാനെ എയർപോർട്ടിൽ വിളിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് എയർപോർട്ടിൽ വന്നതാണ്. ഫുള്ള് ഹനാൻഷ, അറ്റം മുതൽ അറ്റം വരെ ഹനാൻഷാണ്. ഹനാൻഷ ഫാൻസ് അസംബിൾ ചെയ്യും. നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി. നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി. സ്റ്റോറേജ് നീ വകയുണ്ടായിട്ട് തരുമോ? സ്റ്റോറേജേ ഇല്ല ഫോണില്. സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നത്. പിന്നെ ഇരുട്ടുമായിട്ട് നമുക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. നമുക്ക് വെളിച്ചത്ത് എത്തിയാൽ കുറച്ചുകൂടി നല്ലോണം ക്വാളിറ്റി ഉള്ള വീഡിയോസ് കിട്ടും. എല്ലാവരും താഴെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് ഈ പുതപ്പൊക്കെ വെച്ചിട്ട് കളിക്കുന്നത് നോക്കുന്നത്. അപ്പോൾ ഞാനിന്ന് പെട്ടി ഓപ്പണിങ്, അതായത് ദുബായ് പെട്ടി. വാപ്പ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാൻ പെട്ടി പൊട്ടിച്ചിട്ടുണ്ട്, നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ ഒരു വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇങ്ങനെ പെട്ടി തുറക്കുന്നതിന് മുന്നേ ഇങ്ങനെ നമ്മൾ കുറേ പുതപ്പൊക്കെ വെക്കുമല്ലോ, അങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇങ്ങനെ ഫുള്ള് പുതപ്പൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് കുറേ സാധനങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഓരോന്നിരുന്നായിട്ട് ഞാൻ എടുത്തെടുത്ത് കാണിച്ചു തരാം. ദുബായ് പെട്ടിയിൽ മെയിനാണ് നമ്മളുടെ ടാങ്ക് ഉണ്ട്, ഒരു ടാങ്ക്. പിന്നെ ഒരു ലയാലി ലക്ഷറി ഗിഫ്റ്റിൻ്റെ ഒരു ഇതുണ്ട്. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇതിൻ്റെ ഒരു റിവ്യൂ പോലെ ഞാൻ ഇടാം വിചാരിക്കുന്നത്. ഇതൊരു ലക്ഷറി ഗിഫ്റ്റ് സെറ്റാണ്, അത് ഞാൻ അതിലിടാം. അതിന് ഓപ്പണാക്കി ഞാൻ കാണിക്കുന്നില്ല, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ പോലെ നമ്മളുടെ ബദാം, പിന്നെന്താ പറയുക ഇതിനെന്താ പറയുക, കറാമ്പു, പിന്നെ കാഷ്യൂ. ഇത് ഉപ്പിട്ടിട്ടുള്ള കാഷ്യൂ, ഇത് നോർമൽ കാഷ്യൂ. പിന്നെ തസ്ബി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഓരോരുത്തർക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ തൊപ്പി ഇതൊക്കെ. പിന്നെ എന്താണ് നമ്മളുടെ നെസ്കഫേൻ്റെ എന്താ പറയുക, കോഫി പൗഡർ. പിന്നെ നമ്മുടെ ഫെയർ ലവ്ലി. പിന്നെ വന്നിട്ട് ഇതൊരു പെർഫ്യൂമാണ്. ഇത് വുമൺ പെർഫ്യൂമാണ് കേട്ടോ, ഗേൾസിൻ്റെ പെർഫ്യൂമാണെന്നാണ് എഴുതിയത്, വുമൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മളുടെ പപ്പായ ക്രീം. ഇത് മോയ്സ്ചറൈസിങ്ങിന് അടിപൊളിയാണ്, ബോഡി മോയ്സ്ചറൈസിങ്ങിന്. ഇത് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ മേടിക്കാൻ പറയണം പാപ്പാൻ്റെ അടുത്ത്. പിന്നെ നമ്മുടെ യാഡ്ലിൻ്റെ പൗഡർ, ആഡ്സ് ഓയിൽ, നമ്മളെ ഇതിനെന്താ ഹിന്ദി അറബിയിലെന്തോ പറയുമല്ലോ, എന്തായാലും എനിക്കറിയില്ല. സോക്സ്, നഖം വെട്ടി. പിന്നെ വന്നിട്ട് നഖം വെട്ടി ഇവിടെ തന്നെ ഇടാമല്ലേ, കുഴപ്പമില്ല. പിന്നെ നമ്മളുടെ ഇതെന്ത് സാധനം, നമ്മുടെ മൗത്ത് വാഷ് ചെയ്യുന്ന സംഭവം തോന്നുന്നു. പിന്നെ കുറേ കവറുകൾ. പിന്നെ പിസ്ത 2 പാക്കറ്റ് ഉണ്ട്. ഒന്ന് എൻ്റെ ഫോണിനൊരു പ്രശ്നമുണ്ട്, ഫോൺ സ്റ്റോറേജ് ഇടയ്ക്കിടയ്ക്ക് ഇല്ല, അപ്പോൾ നമ്മൾ ഓരോന്ന് ഡിലീറ്റ് ആക്കില്ല. ഇത് പിസ്ത ഞാൻ കാണിച്ചല്ലോ, അത് ഓരോ കിലോ വെച്ചിട്ടാണ്, 1 കിലോ എനിക്ക് കൊണ്ടുപോകാനാണ് തോന്നുന്നു. പിന്നെ കവറ്, പിന്നെയും ബദാം ഫസ്റ്റ് കാണിച്ച ബദാം ഇവിടേക്കും, രണ്ടാമത് കാണിച്ച ബദാം എനിക്ക് കൊണ്ടുപോകാനും. പിന്നെ ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇടാം, ഈ ചെറിയ ഈ പെർഫ്യൂംസിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇടാം. ഇത് വന്നിട്ട് നമ്മൾ എന്താ പറയുക, റോൾ ഓൺ പെർഫ്യൂം ഫ്രീ ഫ്രം ആൽക്കഹോൾ. ഇത് ഒരു അത്തർ പോലത്തെ ഒരു സംഭവമാണ്. ഇതിൻ്റെ ഞാൻ ഓപ്പണാക്കി ഞാൻ അപ്പോഴേ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോസ് ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്നതായിരിക്കും. പിന്നെ ഇതൊക്കെ വാപ്പാൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാനുള്ള ഇതൊക്കെയാണ്, അവർ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങനത്തെ അതിൻ്റെ സാധനം. പിന്നെ സോക്സ്. പിന്നെ ഇത് ഈത്തപ്പഴം തോന്നുന്നു, ഇതൊരു പെട്ടി കാണുന്നുണ്ട്. ഇത് ഈത്തപ്പഴം തോന്നണം, ഇതെന്താ അറിയില്ല. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇത് എനിക്ക് തോന്നുന്നത് ഫോണിൽ നമ്മൾ കണക്ട് ചെയ്യില്ല, ഫോൺ വെക്കാനുള്ളത് കാറിൽ, ആ സാധനമാണ് തോന്നുന്നു, എന്താ അറിയില്ല. ഇതെന്താ എന്തോ ഒരു സാധനമാണ്, ഇത് എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് കാണിച്ചു തരാം. ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ പെട്ടിയിലുള്ളത്. ഇനി വേറൊരു പെട്ടിയും കൂടെ ഉണ്ട്, നമുക്ക് അതെടുത്തിട്ട് കാണാം. അപ്പോൾ ഈ പെട്ടിൻ്റെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ വാപ്പാൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കുക. ഇത് ഈത്തപ്പഴമാണ്. പിന്നെ ഇത്രയൊക്കെയാണ് ഈ ഒരു പെട്ടിയിലുള്ളത്. പിന്നെ ഇത് ഇവിടെ ഇത് മറിയം ക്രീം. ഇതെനിക്ക് മെയിനാണ്. ഞാൻ വാപ്പാൻ്റെ അടുത്ത് എനിക്ക് ബോഡി ലോഷനില്ലേ, ആ മറിയം ക്രീമാണ്, അതെനിക്ക് ബോഡി ലോഷൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഈ ഒരു പെട്ടിയിലുള്ളത്. ഇനി നമുക്ക് ഈ പെട്ടി ഒന്ന് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ ഉള്ളിൽ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല, അപ്പോൾ നമുക്കതിൽ കാണിച്ചു തരാം. നമുക്ക് നെക്സ്റ്റ് പെട്ടി തുറക്കാം. ഈ പെട്ടിയിൽ നമ്മൾ പെട്ടിയൊക്കെ എപ്പോഴും ഇപ്പോൾ ഞാൻ ഉസ്ബെക്കിൽ വന്നാൽ ഇത്രയും എനിക്ക് സാധനം കൊണ്ടുവരില്ല. നമ്മളവിടെ പഠിക്കാൻ പോകുന്നതുകൊണ്ട് ഇത്രയും സാധനങ്ങളൊന്നും കൊണ്ടുവരില്ലല്ലോ, നമ്മൾ വാപ്പുകാർ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരില്ല. പിന്നെ നമ്മളുടെ വാൾനട്ട് എല്ലാം രണ്ട് പൊതി ഉണ്ടാകും. കാരണം ഞാൻ ഉസ്ബെക്കിൽ പോകണതുകൊണ്ട് ഒരു പൊതി എനിക്കായിരിക്കും, ഒരു പൊതി ഇവിടെ വെക്കാനായിരിക്കും. അപ്പോൾ 2 കവറായിട്ടുണ്ടാവും വാൾനട്ട്, എല്ലാം 2 കവറായിട്ടുണ്ടാവും. ഇത് പിന്നെ ഏലക്ക എനിക്ക് കൊണ്ടുപോകണം.
പിന്നെ ഇവിടെയും കുറച്ച് വയ്ക്കും. പിന്നെ മെയിൻ സാധനം നമ്മളുടെ മന്തിക്ക് മറ്റേ ഡ്രൈ ലെമൺ പിന്നെ പട്ട ഞാൻ ഇത്രയും പട്ട എന്തിനാണെന്ന് ചോദിച്ചാൽ കുറച്ച് നമ്മൾ ബിരിയാണിക്ക് സാധാ ഇടുന്ന പോലെ നോർമലി, പിന്നെ നമ്മൾ ഗരം മസാല ഉണ്ടാക്കില്ലേ, ഗരം മസാല പൊടിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ഇതൊക്കെ ഇടുക. അപ്പോൾ ഞാനിവിടെ നിന്ന് എപ്പോഴും ഇവിടെ നിന്നാണ് ഗരം മസാല പൊടിച്ചിട്ട് പോവുക. അപ്പോൾ ഞാൻ ഗരം മസാല പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ അത്തറിൻ്റെ ഓരോ ബോട്ടിൽസാണ്. അതായത് ഇതിന്ന് എന്ത് ചെയ്യും വാപ്പ കുറച്ച് ഇങ്ങനത്തെ കാണിച്ചു തരാം. ഇത് 3 ബോട്ടിലായില്ലേ. പിന്നെയും സ്റ്റോറേജ് നടന്നു. നമ്മൾ സ്റ്റോറേജ് മാറ്റി ഡിലീറ്റ് ആക്കിയിട്ടാണ് എടുക്കുന്നത് വീഡിയോ. ഇതെന്താണെന്ന് വെച്ചാൽ ഈ 3 ഡപ്പയിൽ നിന്ന് എന്ത് ചെയ്യും വെച്ചാൽ ഇങ്ങനെ ചെറിയ ബോട്ടിലില്ലേ, ഈ ബോട്ടിൽ നിറച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യലാണ്. ഈ സംഭവം നമ്മൾ ഓരോന്ന് ഒഴിച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതിൽ കുറേ ബോട്ടിൽസ് ഉണ്ടാവും, കണ്ടില്ലേ, അത് കുറേ ഒക്കെ പോയി. ഇങ്ങനെ കുറേ ബോട്ടിൽസ് ഉണ്ടാവും. ഈ ബോട്ടിൽസിലൊക്കെ നമ്മൾ നിറയ്ക്കും. അങ്ങനെ കുറേ ബോട്ടിൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിലും ഇങ്ങനെ കൊടുക്കാം, അതാണ് നല്ലത്. ഇങ്ങനെ 2 ബോക്സ് അങ്ങനത്തെ ബോട്ടിലിൽ. പിന്നെ ഇത് അടിപൊളി ബിസ്ക്കറ്റാണ്, ബിസ്ക്രീമിൻ്റെ ഒരു ബിസ്ക്കറ്റ്, ഉള്ളിൽ ചോക്ലേറ്റൊക്കെ ആയിട്ട് വന്നിട്ടൊരു ബിസ്ക്കറ്റ് പോലെ സംഭവം. പിന്നെ ചായപ്പൊടി. ഇത് എന്നിട്ട് നമ്മൾ പുകയ്ക്കില്ലേ ആ സംഭവം. പട്ട ഞാൻ കാണിച്ചല്ലോ. ബഡ്സ്. പിന്നെ ഇത് നെസ്കഫിൻ്റെ, ഇതെനിക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഞാൻ ഉസ്ബെക്കിലേക്ക് കൊണ്ടുപോകാൻ, അതായത് നമ്മൾ ചൂടുവെള്ളത്തിൽ മിക്സ് ആയിട്ടുള്ള ഷുഗർ 3 in 1 ഇല്ലേ അത്. പിന്നെ ഇതിലുള്ളത് ഉണക്കമുന്തിരി ഉണ്ട്. പിന്നെ ഞാൻ പെട്ടിയിലുള്ളത് കാണിച്ചു തരാം. അതെനിക്ക് പൊന്തിക്കാൻ പറ്റില്ല, അതിൽ വലിയ സംഭവം കാണിച്ചു തരാം. പെട്ടിയിലുള്ള എന്താണെന്ന് വെച്ചാൽ ഈത്തപ്പഴം ഉണ്ട്. വാപ്പ ഈത്തപ്പഴം നിറയെ, ഇത് ഫുള്ള് ഈത്തപ്പഴമാണ്, ഇത് ഈത്തപ്പഴമാണ്, ഇത് സെപ്പറേറ്റ് ഈത്തപ്പഴമായിട്ടുണ്ട്. ഇതെനിക്ക് കൊണ്ടുപോകാനാണ് തോന്നുന്നു ഇങ്ങനത്തെ ഇത് ഫുള്ളായിട്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ നിസ്കരിക്കില്ല, അങ്ങനത്തെ വലിയ ഫുള്ള് മാറ്റ് നമ്മുടെ ഹാളിൽ ഫുള്ളായിട്ട് വിരിച്ചിട്ട് നിസ്കരിക്കാൻ നമ്മൾക്ക് സ്വലാത്ത് റാത്തീബ് അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ നടത്തുന്നുണ്ടെങ്കിൽ, പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ അതിന് യൂസ് ആക്കാൻ പറ്റും. ഒരു വലിയൊരു മാറ്റ് ഉണ്ട്. ഇത്രയാണ്. പിന്നെ മൂവ് അതില്ലാതെ തോന്നുന്നുണ്ട്, മൂവൊക്കെ ഉണ്ട്. ഇതിൽ മൂവ് ഉണ്ടോ നോക്കി. അതവിടെ ഉണ്ട്. ഇതിൽ മൂവ് 2 ഒന്ന് എനിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് 2 മൂവ്. ഇത്രയും സാധനങ്ങളാണ് പെട്ടിയിൽ. കൂടുതലായിട്ട് വലിയ കാര്യത്തിൽ ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ്. പട്ടാഗ്രാം ഇതൊക്കെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിൽ കുറേ ഇതൊന്നും ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. തുറന്ന് കാണിക്കാത്തൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ പിന്നെ കൊണ്ടുപോകാനുള്ള വാപ്പാൻ്റെ ഫ്രണ്ട്സിനുമുള്ള ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു പെട്ടിയിലുള്ളത്. ഇപ്രാവശ്യം ഇങ്ങനത്തെ അത്തറ് വേറൊരു ബോട്ടിലായിട്ട് കൊണ്ടുവന്നു. ഇത് വേറൊരു ബോട്ടിലാണ്. ഇതിൻ്റെ മണം സ്മെല്ല് എന്താണെന്ന് അറിയില്ല. ബ്ലൂ മിറാന്ന് കാണിക്കുന്നുണ്ട്. ഇതിൽ വന്നിട്ട് എഴുതിയിരിക്കുന്നത് ഇതിലെന്തായിരിക്കുന്നത്, ബനാഫ ഫോർ ഊതി അങ്ങനെ എന്താ എഴുതിയിട്ട്, ആമർലോഡിൻ്റെ. ഇത് അടിപൊളി അത്തറാണ്. ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോസ് കാണാൻ നോക്കുക. അപ്പോൾ ഇനിയും കുറേ വീഡിയോസ് ഇങ്ങനെ പെൻഡിങ് ആയിട്ടിരിക്കുന്നുണ്ട്. വാപ്പാനെ വിളിക്കാൻ പോയ ഒരു വ്ളോഗ് വന്നിട്ടായിരിക്കും ഈ ഒരു പെട്ടി പൊട്ടിക്കൽ വ്ളോഗ് വരിക. പിന്നെ അതിന് മുന്നേ ഞാനൊരു വ്ളോഗ് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളുടെ 4 സീസൺസ്, ഉസ്ബെക്കിൽ 4 സീസൺസിനെ പറ്റിയിട്ട്. അത് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പെൻഡിങ് ആയി കിടക്കുന്ന വീഡിയോസാണ്. കുറച്ച് വ്ളോഗ് അവിടെ ആയിട്ട് ഞാൻ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല. സംഭവം മെയിനായിട്ടുള്ള എന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല. അപ്പോൾ അതാണ് മെയിനായിട്ട് കാര്യം. അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തത്. പിന്നെ കുറച്ച് കൊളാബിൻ്റെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എൻ്റെ ഇൻസ്റ്റയിലായിരിക്കും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ഗായ്സ്.